പപ്പുവിന് പുറത്തേക്ക് വരണോ? വരാം. വിടാ. എന്തൊരു ബഹളാടാ അത്. എന്തൊരു ബഹളാടത്. ഞാൻ വിടാ പറഞ്ഞില്ലേ. ഓ ഇപ്പൊ എന്റെ അടുത്തേക്ക് എനിക്ക് പറ്റണില്ലേ. എന്താ എന്നിട്ട് ഓടിക്കുക. എനിക്കറിയില്ല. പൊരിഞ്ഞിട്ട് ഇറങ്ങിട്ട് എന്താ നോക്കി നോക്ക്. എന്താ നീക്കി അവിടുന്നേ കുട്ടി നീക്ക്. പപ്പുട്ട നീക്കിന്ന്. നീക്കി ബാ. ആരോട് പറഞ്ഞു? പപ്പുട്ട നീക്ക്. പപ്പുട്ട നീച്ച. നിങ്ങളുടെ കുട്ടി നീച്ചോ? മുമ്പിൽ നടന്നു നോക്കി. ഫോണി മറിയണ്ട. നടന്നോ തെങ്ങിൻ്റെ അവിടെ നിന്ന് പോ. തേങ്ങ വീഴില്ലാന്നു പറയാൻ പറ്റില്ല. തേങ്ങയുടെ കാര്യം തെങ്ങിനും കൂടി അറിയില്ല. തേങ്ങയുടെ കാര്യം അറിയുന്നു. കണ്ടോ? നടന്ന് പൊക്കോ. വന്നോളൂ. ഓ വെള്ളം വേണോ? അപ്പോഴേ ഇന്ന് നമുക്ക് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുല്ലമുട്ട് കണ്ടോ? ഞാനേ ഇവനൊന്ന് കുറച്ചു നേരം പുറത്തു കൂടെ വിടത്തേട്ടോ. മുല്ലമുട്ടൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടോ മുല്ലപ്പൂവ് ഉണ്ടാവാൻ തുടങ്ങിട്ടോ. നല്ല രീതിയിൽ ഗ്യാപ്പ് കിട്ടില്ല. ചാടുവൻ ആര്? പപ്പുട്ടനല്ലേ? ഒന്നും പറയാക്കില്ല കേട്ടോ. കഴിഞ്ഞ അടിപൊളിയായിരിക്കും. എന്താ കാട്ടണ്? അതാ മെല്ലെ ഈ കാര്യം എടുത്തണ്ട. കടക്കിടോക്കിയൊക്കെ കേട്ടോ. കെട്ടിയനെ വിളിച്ചിട്ട് ചോദിച്ച് എന്തെങ്കിലും തിന്നാ കൊടുക്കാന്. നോക്ക് ഫാനിന്റെ ഇതൊക്കെ കാട കൂടിയിട്ടാണ് നോക്ക് ഇരിക്കണത്. ചൂടെടുക്കട്ടോ. എന്താ അത്? അവിലോ? 2 മണി കൊടുക്ക്. ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ എന്താ അത് ഇതിലാക്കണ്ട. താ ഞാൻ അവിടെ കൊണ്ടേ കൊടുക്കാം. കൂട്ടിൽ കൊണ്ടേ കൊടുക്കാം. ബാടാ പിടിച്ചോ. തിന്നില്ല. വാ പോവാ. അതിനുള്ളിൽ കയറണമെന്ന് നോക്ക്. അവില് തിന്നണ്ടേ? അടിപൊളി. തിരിഞ്ഞു നോക്കണല്ലേ? കൊണ്ടുപോയാ പതിച്ചിട്ട് വിട്ട് കഴിഞ്ഞല്ലേ ഞങ്ങള് ഡീസന്റ് ആട്ടോ. ഞങ്ങള് വേഗം കൂട്ടി കയറും. വിടാൻ മാത്രമേ ഒരു പൊരിച്ചുള്ളൂ. വെള്ളം തരയുടെ ചെക്കോ. കുട്ടി ചവില് കൊണ്ടുവന്ന് തരാം കേട്ടോ. പാത്രത്തിൽ എടുത്തിട്ട് തരട്ടെ. എന്താ അമ്മോ നീ ഒരു 10 ദിവസം കൂടി ഇല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ കളിക്കണത് എന്താണ്? ഒന്നാണ്ട് കെട്ടിയിട്ടുണ്ടല്ലോ. എന്താ സൂര്യ പറഞ്ഞു? ഒന്നാണ്ട് കിട്ടിയുണ്ടല്ലോ. അമ്മ എന്തോ പറഞ്ഞോന്നാ പറയുന്നത്. സൂര്യ ചോറിന് അരി എടുത്തിട്ട് ചോറ് വെന്തോട്ടോ. അപ്പൊ ഞാനില്ലേ ഊറ്റുക. പൊന്ന നമ്മുടെ പൊന്നേ. കപ്പോ? എവിടെ കപ്പ്? കുട്ടറ ചെരുപ്പ് എവിടെ പുതിയത്? അത് കാണിച്ചു കൊടുക്ക. എല്ലാവർക്കും കാണിച്ചു കൊടുത്താ. ചെരുപ്പും കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടൊന്നല്ല. കുട്ടി ബുദ്ധിമുട്ടായിരുന്നു. എവിടെ വെക്കാൻ തോന്നില്ലാതെ. എവിടെ കുട്ടച്ചെരുപ്പ്? ചന്തള്ള ചെരുപ്പ് കാണിച്ചടാ. ഇവിടെ ചന്തണ്ടല്ലോ. പിന്നെ ഒരു ഉമ്മേന്റെ കൊടുക്കുക. അപ്പൊ ചന്തം വരും. പിന്നെ ഒരു ഉമ്മേന്റെ കൊടുക്കുവല്ലേ? അതുള്ളൂ. വേറില്ല. പാമ്പല്ല. വേറെ ചെരുപ്പില്ലേ? 2 ചെരുപ്പില്ലേ?
പൊന്നൂന് 2 ചെരുപ്പില്ലടാ. എടി വെള്ളം കൊണ്ടുവന്ന് വെക്കണേ അടുപ്പില്. എവിടെ തീ കത്തി പോണു. അത് വണ്ടല്ലേ. ഇപ്പോൾ നമ്മളില്ലേ നിനക്കില്ലേ നമുക്ക് അത് പറഞ്ഞില്ലേ അനിയന് വൈറസിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ECG ഒക്കെ എടുത്തു അത്രേ. എത്ര ദിവസമായി എൻ്റെ ഇപ്പോൾ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ അത്രേ അഡ്മിറ്റ് ആവാണ്ട് വന്നിക്കുക. ഒന്ന് അഡ്മിറ്റ് ആവണ്ടേ? കൂട്ടിട്ട് പോയി അഡ്മിറ്റ് ആയിക്കോളൂ. രണ്ടാം പാടെ പൊന്നൊക്കെ ഇവിടെ നോട്ടെ. എന്താ പറയുന്നത്? അതല്ല, അവിടെ ഒരു വണ്ട് കിടക്കുന്നുണ്ട്. വണ്ടല്ലേ അത്, പൂവും പൊന്നുവോ? ഓ ഇങ്ങനെ വണ്ടിനൊക്കെ പേടിച്ചല്ലോ. ഇതാണോ അച്ഛൻ അങ്ങോട്ട് തട്ടട്ടെ? കുട്ടി പേടിയുണ്ടോ? അതാ 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 അമ്മോ അതാ അമ്മോ ചപ്പാത്തിക്ക് പരത്തിക്കാൻ പോയിട്ട് അതാ 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 ഇങ്ങടെ തന്നെ വരികയാണ്. ഞാനെന്താ ചെയ്യണ്? അതാ വന്നു അത് ഞാന് ഇത് ഒരു വീഡിയോയില് കണ്ടില്ലേ, ഫോൺ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചോറ് അടുത്ത് വെക്കുമ്പോ ഇങ്ങനെ 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 തപ്പണത് ആ അവസ്ഥയാണ്. അപ്പൊ അവൾക്ക് ഞാൻ കൊടുക്കണ്ട. പരിപ്പുവട കിട്ടിയില്ലാന്നോ? അമ്മ പരിപ്പോട കിട്ടാണെന്ന് കരച്ചിലായിരുന്നു കേട്ടോ പാവം. നാളെ ഏട്ടാ ഒരു 10 ഉറുപ്പ്യല്ലേ ഉള്ളൂ, പരിപ്പോട വാങ്ങിക്കോട്ടോ. 10 ഉറുപ്പ്യെന്നല്ല കേട്ടോ, ഇപ്പോൾ 12 ഉറുപ്പ്യ മറ്റായി തോന്നുന്നുണ്ടല്ലോ ഏട്ടാ. ചത്തു അത് ചാവൊന്നുമില്ല, ഈ അതിനടങ്ങറാവണ്ട. എന്തോ എന്നെ പറയുന്നത്? ദ്രോഹിക്കരുത്, ദ്രോഹിക്കാൻ പാടില്ല. അത് കുത്തു പൊന്ന ഒരു സാധനത്തിന് നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല, പാവം കിട്ടും. അത് മേമടടുത്താണ് അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടു കൊടുത്തൊക്കെ അമ്മ ഇവിടെ തൊള്ളട്ടിട്ട് കാഞ്ഞിരാനിക്ക് ഓടുന്ന വഴിയും കൂടി അറിയില്ല. അമ്മോ അമ്മോ അവിടെ വീടിന്റെ അവിടെ പച്ചമുളക് രാവിലെ കൊണ്ടുവന്ന് വെച്ചതുണ്ട്, അതെടുത്തിട്ട് വന്നാ. ഇപ്പോഴേ ഞങ്ങൾ എന്താണ് അതവിടെ കളിക്കാൻ വന്നതായിരിക്കും എൻ്റെ കൂടെ. ഇത് കളിക്കാൻ കുടിക്കാ ഒന്ന് കളിക്കാൻ കുടിക്കാ. വണ്ടിന്റെ കൂടെ കളിച്ച അമ്മച്ചി അവിടെ പാമ്പ് അയ്യോ ഞാൻ പേടിച്ചു. ഞാൻ കുടിക്കണ്ടതല്ലേ പറഞ്ഞത്. ചായ കുടിക്കുമ്പോ ഇങ്ങനെ വലിക്കണാണ് വെള്ളി. ആസ്വദിക്കുക, അത് പെരുമഴ സമയത്ത് ആസ്വദിച്ച് കുടിക്കണം. ഇപ്പൊ ഇങ്ങനെ ഊതി കുടിച്ചാൽ മതി. എങ്ങനെ കണ്ണോന്മണിയേ ഉറങ്ങൂ നീ. അമ്മൂൻ്റെ നാടൻ കാണയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അമ്മൂൻ്റെ മുമ്പിൽ ചെന്നിട്ടില്ലേ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അമ്മൂനെങ്ങനെ ഇളക്കും. അപ്പോൾ അമ്മു എന്താ ചെയ്യാന്നറിയോ, ഒന്നല്ലെങ്കിൽ ഇതെങ്ങനെ പൊത്തു, ഇല്ലെങ്കിൽ തുണിയും കൊണ്ട് ഇങ്ങനെ കേൾക്കിട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ അമ്മൂട്ടി ചെറിയ കുട്ടിയാവുന്ന സമയത്തില്ലേ ഇങ്ങനെ കണ്ണ് പൊത്തണ ആ ഒരു ഫീലൊക്കെ വരും. ഇവരൊക്കെ വലുതാവുമ്പല്ലേ നമുക്ക് സങ്കടം തോന്നണില്ലേ? കണ്ടോ അമ്മൂൻ്റെ കണ്ടു. വെറുതെ വലുതായോ? ഈ അമ്മഴത്തെ അച്ഛൻ്റെ ചോദിച്ചു വലുതായോ? ഈ രണ്ട് വെറുതെ അറിയാണ്. അമ്മഴത്തെ അച്ഛൻ്റെ ചോദിച്ചു കുട്ടികളുടെ അമ്മേന്ന് പറയില്ലാന്ന്. എന്താ പറയുന്നത്? സുനിയെ കണ്ട 2 കുട്ടികളുടെ അമ്മേന്ന് പറയും ആരെങ്കിലും? കമൻറ്റ്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ കള്ളു കുടിക്കുന്ന ഒരു ഭാഗം പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ബീറ് കുടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഞാൻ ആരോടും കുടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരാളോട് ഞാൻ കുടിക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ ചെയ്തിരുന്നൊരു ഞാൻ നല്ലതാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്തിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് ഞാനങ്ങനെ വീഡിയോയിൽ ഒരു ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കള്ളത്തരം ചെയ്യണ പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തുമ്പോൾ നമുക്ക് കളയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് എൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ എന്നെ തിന്നിയാണ്. എങ്ങനെ പറയാ, നമ്മളെ പച്ചക്ക് തിന്നില്ലേ? ഭയങ്കരം പൊന്നൂസിനല്ലേ
അമ്മ വെറുതെ ഇങ്ങനെ ഒന്ന് കട്ടിയിട്ടാ. അതിൽ പൊന്നൂസിനെ കൊണ്ടോ പണിയെടുത്തതായിട്ട് എന്താ അമ്മയും മകളും പാടെ പൊന്നൂസിനെ തല്ലിന്ന്. ആ വീഡിയോയിൽ നിങ്ങൾ പൊന്നു കരയുന്ന ഒരു വീഡിയോ ഒരു ഭാഗം നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും? അമ്മ എൻ്റെ അമ്മ വന്നിട്ടേ എപ്പോഴടി അതന്നെ കാണുമ്പല്ലേ സത്യം പറഞ്ഞ തോന്നണെന്താ അറിയോ, ഇവരൊക്കെ ഭയങ്കര പാവങ്ങളും ഭയങ്കര സ്നേഹമുള്ളവരും ഇതുപോലെ നല്ലൊരു കുടുംബവും അല്ലാണ്ട് അമ്മ ക്രിയ ചെയ്യാനാണ് ആ ഒരു സമയത്ത് കുട്ടികൾ നമ്മൾ വലിയവർ ഇരിക്കുക, ക്രിയ ചെയ്യേണ്ട സമയത്താണ് ഇരിക്കുക. അങ്ങനെ കുട്ടികൾ മരണാന്തര ക്രിയ ചെയ്യുമ്പോഴാണ് ഇടത്തേക്കാലും മടക്കിട്ടിരിക്കുക. അപ്പോൾ അല്ലാതെ അത് വേദനിക്കേണ്ട ഒരു രീതിയിലല്ല. എന്നിട്ട് പറയുന്നത് അങ്ങനെ തന്നെ ഇടത്തേക്കാലും മടക്കിയിട്ട് ഇടത്തേക്കാലും അല്ല, ഇടത്തെ മുട്ട് നിലത്തൂത്തിയിട്ട് വലത്തെ മുട്ട് മടക്കിയിട്ടിരിക്കുക. അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ നല്ല ആൾക്കാർ തന്നെയാണ്, എല്ലാം കൊണ്ടും നല്ലവരായിരുന്നു. എന്നാലും ഇങ്ങനെ ഇതിപ്പോ പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോ നിസ്സാര കാര്യങ്ങൾക്ക് ഇതിപ്പോ നമ്മൾ സിനിമയിൽ നല്ലല്ലോ എടുക്കുന്നത്. നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുന്നത്. നമ്മൾ എന്താണ് ലൈവ്, ആ ലൈവ് അങ്ങ് എടുത്തിട്ട് എന്നല്ലാണ്ട് നമ്മൾ അതിൽ പ്രത്യേകിച്ച് കാട്ടിക്കൂട്ടലൊന്നുമില്ല. ഇവിടെ അച്ഛനൊക്കെ ഇല്ലേ അടിച്ചിട്ടില്ലായിരുന്നു, ഓളം പാടും അടി കൊണ്ടിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ ഓടിക്കുക, നമ്മളൊക്കെ അടി കൊണ്ട് പതഞ്ഞേറണം. അതുകൊണ്ടൊക്കെ എന്താ ജീവിതത്തില് തോറ്റില്ല. അതാണ് എന്തിലിട്ടാണ് എവിടത്തേണ്ടത്? തിരുപ്പതിയോ? ഞാൻ മീൻ വറുക്കല്ലേ അത് പൊട്ടിയിട്ടോ എന്നിട്ടോ. ഈ മീൻ അങ്ങോട്ട് എടുത്തേക്ക്, ഇത്ര മതി. അത് കേടുവരില്ല, ആ സാധനം കേടുവല്ലേ, കേടുവരില്ല. അത് നമ്മള് ബേക്കറി ഉണ്ടാക്കുന്ന സാധനം അല്ല തോന്നിയത്. എന്താ അത്? തുണി ഉണക്കി വെക്കേ. അതാ നമ്മളില്ലേ സുകന്യെ, ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിന് ഞങ്ങളിന്ന് ഇരുന്ന നേരം ചില്ലറയുന്ന മരം പോലെ ഇതാട്ടാ ഇരുന്നിരുന്നിട്ട് നോക്ക് ഇതാക്ക് കയ്യും കാലും തരഞ്ഞ് മരം പോലെ വിളില്ലേ. ആരാ കൂടുതൽ മീൻ ഇറക്കി? ആരാ കൂടുതൽ മീൻ ഇറക്കി? 1.5 കിലോ മീൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ സൂര്യ? എന്താ അല്ല അതിപ്പോ അവള് വന്നില്ലെങ്കിൽ ഇപ്പൊ തീരുമാനമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ആര്? സൂര്യല്ലേ 4 മണി വരെ ഇരിക്കും. ചോറും വേണ്ട കഞ്ഞിയും വേണ്ട. അവിടെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജ് വെച്ചോ. അതല്ല രസേട്ടാ. ഇത് നാളെ എന്താ കുറച്ചെടുത്ത് വറ്റിക്കാം കേട്ടോ. അത് നമ്മൾ ഒരു കാര്യം പറയട്ടെ, മക്കള് കുറേ കൂട്ടുകാർ ചോദിച്ചില്ലേ എന്താ ചലഞ്ചിങ് വീഡിയോ എന്താ ചെയ്യാത്ത ചേച്ചി, പുറത്ത് പോണ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. സത്യം പറയുക വെച്ചാൽ നമുക്കില്ലേ ഒന്നിനും പോകാൻ പറ്റില്ല. ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ വിളിക്കുമ്പോഴേ മക്കൾ പറയും ഞങ്ങളൊന്നുമില്ല പറഞ്ഞിട്ട് അവർ മാറി മാറി പോവുക പറഞ്ഞില്ലേ. വീഡിയോയ്ക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവൾക്ക് +2 എക്സാം കഴിയണ വരെ അവളെ വല്ലാണ്ട് വീഡിയോയ്ക്ക് വിളിക്കണ്ട, അത് കഴിഞ്ഞിട്ട് അവള് വീഡിയോയ്ക്ക് വരാന്ന്. ഇപ്പൊ പഠിക്കാൻ അല്ല, അത് കഴിഞ്ഞ അവള് എന്താ വീഡിയോയ്ക്ക് വരും. ഇപ്പൊ എനിക്ക് പഠിക്കേണ്ട സമയമല്ലേ അമ്മ, എനിക്ക് പഠിക്കണ്ടേ പറഞ്ഞു. ശരിയല്ലേ, നമ്മുടെ വീഡിയോ കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങാൻ പാടില്ലല്ലോ അല്ലേ. എന്നാലും എൻ്റെ അമ്മൂട്ടിയിലെ വീഡിയോ എടുത്ത് തരണം. ഏതോ ഒരു സിനിമയിലെ നായികേനെ പോലെ ഉണ്ട് അമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നോട്ടേക്ക് ഭയങ്കര സന്തോഷമായി. അമ്മന് നോക്ക് അപ്പൊ ഇവിടത്തെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് അവിടേക്ക് പോയി ചപ്പാത്തി ഉണ്ടാക്കിയാലോ? അപ്പോഴേ നമ്മള് മീൻ വറ്റിച്ചു, മീൻ വറുത്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ അത് അവിടെ വന്ന് ചപ്പാത്തി വറുത്തിയേ. ഇനി ചപ്പാത്തി ചുടട്ടെ കേട്ടോ. 9 ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ, ദിവസമല്ല കേട്ടോ, ഒന്നരാടം ദിവസം. ഈ 9 ചപ്പാത്തി അനിയേട്ടനുള്ളതല്ല കേട്ടോ. ആർക്കെങ്കിലും ചിലപ്പോൾ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ തികയില്ല. അപ്പം ഇന്ന് 10 എണ്ണാണ് കണക്ക്, പക്ഷെ 9 എണ്ണമായി. എൻ്റെ കുട്ടി ചപ്പാത്തി ചോദിച്ചാ ഈ ശരിക്കില്ലേ നമ്മുടെ റേഷൻ കടയത്തെ പൊടി ചെലിച്ചിട്ട് നേരെ ചൂടുവെള്ളം കൊണ്ടൊക്കെ നമ്മൾ എന്താ
ചപ്പാത്തി ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണ്. എനിക്കില്ലേ ഗോതമ്പ് ദോശ ഇഷ്ടമാണ്, പക്ഷേ ഏട്ടന് ഇഷ്ടമല്ല. നീ ചോറിനാണ് എനിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ അമ്മയൊക്കെ അല്ലേ. അയ്യോ അതിലടക്കല്ലേ അച്ഛൻ കൈപെടും. ആരെയും കൂട്ടാത്ത എന്താണെന്നറിയോ, അമ്മ അവിടെ സീരിയൽ കാണുകയാണ്. അപ്പം ഇനി ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചില്ല ഏട്ടാ. ഇനി അമ്മയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കണം, കഴിക്കാൻ കൊടുക്കണം. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവാലോ ചോദിച്ചിരുന്നു. അപ്പോഴേ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നതാണ് കേട്ടോ, അനിയേട്ടൻ എന്താണ് പണിയെന്ന്. അനിയേട്ടൻ്റെ പണിയാണ് ഇതായി കാണുന്നതൊക്കെ. അപ്പം അനിയേട്ടൻ പണിക്ക് പോകണില്ലേ എന്ന് ചോദിച്ചിരുന്നു. അനിയേട്ടന് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ പണി നല്ല കമ്മിയാണ്. ഇപ്പം നമ്മുടെ വീഡിയോ ഉള്ള കാര്യം പറയാലോ, വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യലൊക്കെ അനിയേട്ടനാണ്. അനിയേട്ടൻ്റെ പണി ഇല്ലാത്ത സമയത്താണ് വേറെ അനിയേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാറുണ്ട് കേട്ടോ. അമ്മൂട്ടി ഇല്ലെങ്കിൽ അതിനെ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അനിയേട്ടൻ പണിക്ക് പോകുന്ന കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പണിയില്ല കേട്ടോ. നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ ആദ്യത്തെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയും. മണിമാറ്റി വരുന്ന വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തം പണിയെടുക്കുകയാണ്. വേറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണി വേറെ ചെയ്യുന്നുണ്ട് കൂട്ടുകാർ. അപ്പം അത് കാരണമാണ് കേട്ടോ നമ്മളിത് പറയാത്തത്. ഞാനേട്ടാ ഞാനേട്ടൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നിപ്പോ നിന്റെ കൂടെ ഇല്ലാണ്ട് ഞാൻ അപ്പുറത്തുള്ളവരാരെങ്കിലും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ സമ്മതിക്കുമോ, അവർ വീട്ടുകാർ സമ്മതിക്കുമോ? അത് ശരിയാണോ? അല്ലെങ്കിൽ എൻ്റെ എന്താ ഞാൻ തമാശക്ക് പറഞ്ഞതാണോ? ഓ ശരി, എന്റെ കുട്ടി എവിടെ വെച്ച കിടന്നോ? ആവോ ഇവിടെ കിടക്കട്ടെ എന്നാണോ ചോദിക്കണേ? ആ എന്റെ കുട്ടി ഇവിടെ കിടന്നേ, അമ്മയുടെ അടുത്ത് കിടന്നോ? എന്റെ കുട്ടി കിടക്കാനല്ലേ ഉണ്ടാക്കിയിരുന്നെ, പിന്നെ എന്താണ് അങ്ങനെ ചോദിക്കണേ? ഓ ശരി ശരി. എന്നിട്ട് ഇപ്പം കിടക്കാന്ന് പറയൂട്ടോ. ലൈറ്റ് ഓഫ് ആക്കാനും പാടില്ലേ? ലൈറ്റ് ഓഫ് ആക്കാൻ പാടില്ല. പക്ഷെ എന്നാള് സുകന്യ ആശുപത്രിയിലായ സമയത്ത് എൻ്റെ അടുത്ത് തന്നെ കേട്ടോ കിടന്നത്. ആദ്യമായിട്ടാണ് അവൻ കിടക്കണത്. അമ്മേനെ ഒന്നും ചോദിച്ചില്ല, അങ്ങനെ പറ്റി പിടിച്ച് കിടന്നു. അന്ന് തന്നെ പോവുകയും ചെയ്തില്ലേ. ഇപ്പം അമ്മമ്മ വീട്ടിൽ നിന്ന് വന്നേ മുതൽ അവൻ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, ഞാനിവിടെ കിടക്കട്ടെ പിന്നെ കിടത്താനേ തോന്നും. വർത്താനം കേട്ട കിടത്താനേ തോന്നുള്ളൂ. ചപ്പാത്തിയില്ലേ പഞ്ചസാര ഇടൂത്രേ ചപ്പാത്തിയിൽ. അതെന്തിനാന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് എൻ്റെ അമ്മ ഉണ്ട് പറയണു, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ രണ്ട് തിരി പഞ്ചസാര ഇട്ടിട്ട് കുഴച്ച് വെക്കുന്നു, നല്ല മയം കിട്ടുമെന്ന് പറഞ്ഞു. മയം കിട്ടാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുക? അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്കറിയാത്ത കൊണ്ടാണ്. ചപ്പാത്തി ഇവിടെ ഉണ്ടല്ലോ, അതെടുത്ത് കഴിച്ചോ? കൊടുക്ക സുഖം ചപ്പാത്തി തൂയി. ചപ്പാത്തി ഇവിടെ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടരുത് കേട്ടോ. ചോറ് പിന്നെ അത് കഴിച്ചിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് ശരിയായിട്ടോ. ഇന്ന് ചപ്പാത്തി എല്ലാവരും കഴിച്ചു. രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇല്ലേ? കഴിക്കട്ടെ. എവിടെ സുനെ എന്റെ ചപ്പാത്തി ഇങ്ങോട്ടാ, എന്റെ ചപ്പാത്തി ഇങ്ങോട്ടാ, താങ്ങട് കഴിക്കൂത്തേ. എനിക്ക് സമയം ആകെ കുട്ടിക്ക് 2 ചെറിയുള്ളൂ. ആ ചെറിയ എപ്പോഴും ഇവിടെ തല്ലി പൊളിച്ച എങ്ങനെയാണ് ആ കുട്ടിയുടെ ചെറിയ? എന്റെ ദൈവമേ, അത് നല്ല ചെറിയാണ്. ആകാത്ത ചെറിയാണെങ്കിൽ പോട്ടെ. എന്റെ കുട്ടിയുടെ ചെറിയ നല്ല നേരമായിട്ട് കഴിക്കാൻ കൊടുത്തില്ല. വാരി തരണ വെച്ചൊക്കെ ചൂടുള്ള ചോറ് കൊടുക്ക് കേട്ടോ. സുകന്യെ വൈറസ് ഉറങ്ങിട്ട് തിന്നാച്ചിട്ടായിരിക്കും. സുകന്യെ വാരി കൊടുക്കണ വെച്ചോക്ക്. ചോറും അച്ചാറും ഉപ്പേരി ഒക്കെ പാടെ കൂട്ടിയിട്ട് വാരിയിട്ട് നമ്മൾ പനിച്ച് കിടക്കുമ്പോൾ കൊടുക്കില്ലേ? വെറുതെ പറയും. ചുട്ട പപ്പടം, നല്ല മുളക് ചുട്ട ചമ്മന്തി, എന്താ ചൂടുള്ള കഞ്ഞി. പനി എടുക്കുന്ന ആദ്യ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പത്തെ പനിക്കൊക്കെ പല പല പേരുകളാണ്. നിങ്ങൾ കഴിച്ചിട്ട് വേണം എനിക്കില്ലേ ഇങ്ങോട്ട് പോവാന്. അങ്ങോട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനും. നിന്റെ അമ്മ അച്ഛന് കഴിക്കാൻ കൊടുക്കാൻ പോയി. ചപ്പാത്തി ഇഷ്ടായോ ഏട്ടാ? ഇവര് ഇവിടെ കഴിക്കട്ടെ. തുണികൾ തോരട്ടൊന്നും എടുത്തിട്ട് വരട്ടെ കേട്ടോ. വാ കഴിച്ചോട്ടോ. അമ്മ കൂട്ടി കഴിച്ചോ. അതാണ് ഞാൻ നമ്മളില്ലേ ഇന്ന് തുണി എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടോ. ഒന്നാമത് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് നേരം വൈകി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനിയന് വൈറസിൻ്റെ പ്രശ്നമാണ് പറഞ്ഞപ്പോൾ കുറേ നേരം അവിടെ പോയിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ആ വീഡിയോ കളഞ്ഞു. അവിടുത്തെ നമ്മൾ കുറച്ച് നേരത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നിയിട്ടോ.
എല്ലാവർക്കും ഇങ്ങനെ വെയ്യ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല. എല്ലാവരും ആ ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകച്ചാലും കുഴപ്പമില്ല അല്ലേട്ടാ. അപ്പോൾ അത് ആ ചുട്ടിക്ക് തലവേദന എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഇടങ്ങാറ്. ഇനി ഈ മാസം ശരിക്കും പറഞ്ഞല്ലേ, മെയ് മാസം ശരിക്കും ഞങ്ങൾ ആശുപത്രിയിൽ തന്നെ അല്ലേ? രൂപം കെട്ട മാസമായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് വലിയ അസുഖങ്ങളൊന്നും തരാണ്ട് ദൈവം തട്ടി നീക്കി തരട്ടെ. ഇനി അവിടുത്തെ ആ തുണിയും കൂടി ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഇത് തിരുമ്പിപ്പെട്ടതാ തോന്നുന്നുണ്ട്. അത് പെട്ടതാണ്, അച്ചുട്ടി ഇട്ടതാ. ഇതൊക്കെ പിന്നെ നമ്മുടെ ചവിട്ടണ അവിടേക്ക് ഇടുന്ന തുണികളാണ് കേട്ടോ. അത് ഒന്ന് ഉണക്കാവണേ ഉള്ളൂ. ഇനി ഇത് മടക്കി വെക്കണം. കുട്ടികൾ ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെയൊക്കെ കഴിക്കൽ കഴിഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കഴിക്കട്ടെ. ചൂട് ചോറ് അവരവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് അമ്മ കഴിച്ചില്ല? എന്നാ പുളി വെക്കണമെങ്കിൽ പുളി വെക്കണം. അപ്പൊ ഈ മീൻ വറ്റിച്ചത് കൂട്ടിയില്ല? മാന്തള് കഴിഞ്ഞു. എന്നിട്ട് അമ്മ കഴിച്ചമ്മോ? നത്തലമ്മ കഴിച്ചല്ലോ. ഇപ്പൊ നത്തള് ഇതൊന്ന് 1.5 കിലോനാ. നാരങ്ങ അച്ചാറുണ്ട്. ഉണക്ക മാന്തള് കഴിഞ്ഞമ്മ? കൊലപാതകം ചെയ്യട്ടായിരുന്നു ഇതിൻ്റെ. നാരങ്ങ അച്ചാറ് വേണം സതീട്ടന്? അവര് കിച്ചുവാണ് അവിടെ തീറ്റിപ്പിക്കുന്നത് കുട്ടിയോളെ. തെറ്റി വരായിരുന്നു. അച്ചുവാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കൂല. അവര് കേൾക്കുന്ന രീതിക്ക് കിച്ചു പറയൂല. ഞാൻ കിച്ചുവിന് ദേഷ്യം കൂടുതലാണ്. ഇരിക്കട്ടെ കേട്ടോ. മീൻ വറ്റിച്ചത് നല്ല ടേസ്റ്റാണ്. മീൻ വറ്റിച്ചത് നല്ല ടേസ്റ്റാണ്. പക്ഷെ എന്താ വെച്ചാൽ അത് ഉണ്ടാക്കണ കണ്ട് ഇതെന്ത് കറിയാണ് തോന്നും. ഉണ്ടാക്കി കഴിച്ചാലില്ല അറിയൂ അത് ഐറ്റം അടിപൊളിയാന്നുള്ളത്. കുറേ ദിവസമായില്ലേ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കഴിക്കണൊക്കെ? മിസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ അടുപ്പൊക്കെ നമുക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സ്ഥലമാണിത്. അപ്പം വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്തായാലും നമുക്കില്ലേ നല്ല നല്ല വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുക. ആശുപത്രി തിരക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾ വീഡിയോസ് കുറേ മാറ്റങ്ങൾ വരുത്താൻ വിചാരിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കണ്ടേ. ദൈവം കൂടി വിചാരിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ 4 മണി പലഹാരങ്ങളുടെ വീഡിയോസൊക്കെ ഇടണം എന്ന് പറഞ്ഞില്ലേ. അപ്പോഴേക്കൊക്കെ ഇങ്ങനെ ഓരോരോ ആശുപത്രി കേസ് കാരണം കൊണ്ട് പറ്റാതിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ചെയ്യാം. അപ്പോൾ കഴിക്കട്ടെ.